ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാനിവിടെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തേക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വാഹനം ഡ്രൈവ് ചെയ്യുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് 5th ഗിയറിൽ നിന്ന് മറ്റ് ഗിയറുകൾ ഒഴിവാക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ 4th ഗിയറിൽ നിന്ന് 2nd ഗിയറിലേക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്നും പലർക്കും അറിയത്തില്ല. എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മളിത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഡെയിലി വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനർത്ഥം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കി ഇത് ചെയ്തില്ലെങ്കിൽ വണ്ടി റോഡിൽ ഓഫായി പോകും, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളിത് കണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഞാൻ വണ്ടി ഓടിച്ചിട്ട് നിങ്ങളെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാര്യം കുറെ കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സിറ്റിയിലൂടെയാണ് വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. അതിന് എൻ്റെ ഫുഡ് പെഡലും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ 5th ഗിയറിൽ നിന്ന് നമ്മുടെ വാഹനം എപ്പോഴാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടത്. നമ്മുടെ വണ്ടി ഒരു 5th ഗിയറിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് ഒരു 50-40 കിലോമീറ്റർ വേഗതയായിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷമുള്ള ഒരു വേഗത. പിന്നീട് നമുക്ക് വേഗത ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് കൂട്ടാൻ കഴിയും സ്ട്രെയിറ്റ് റോഡിൽ. എന്നാൽ നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു 50 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനത്തെ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിയുടെ വേഗത തീർത്തും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ആ ഒരു വേഗത കുറയുമ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് സംഭവിക്കുന്നത് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു മെയിൻ റോഡിലാണ് ഓടിച്ചു പോകുന്നതെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ പുറകിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ ഒരു സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മുടെ വണ്ടിക്കകത്ത് വരുമ്പോൾ കൃത്യമായിട്ടും ഇടി നടക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകും. എന്നാൽ 5th നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സാഹചര്യവും വരും. ഇത് വരുന്നത് നമ്മുടെ വണ്ടി ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട സിറ്റുവേഷൻ വരുന്നു. ഒന്ന് ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. ഇത് പ്രത്യേകിച്ച് നമ്മളൊരു സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം തന്നെ. അതോടൊപ്പം തന്നെ എപ്പോഴാണ് നമ്മളൊരു 4th ഗിയറിൽ നിന്ന് ഡയറക്റ്റ് 2nd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. 4th നിന്ന് ഡയറക്റ്റ് 2nd ഗിയറിലേക്ക് ഇടേണ്ടത് വളരെ സിമ്പിളാണ്. 4th ഗിയറിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു 40 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത ഒന്ന് കുറയണം. എന്നാൽ തീർത്തും കുറയണ്ട, ഒരു ആവറേജ് റണ്ണിങ് വേണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് 4th നിന്ന് ഡയറക്റ്റ് 2nd ഗിയർ ഇട്ട് വാഹനത്തെ മൂവ് ആക്കാം. തീർത്തും വേഗത കുറയേണ്ട സാഹചര്യം വരുന്നില്ല. എന്നാൽ വണ്ടിയുടെ വേഗത 4th പോകുമ്പോൾ തീർത്തും കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ വണ്ടിയുമായിട്ട് ചെറിയൊരു ടൗണിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് 1-2 എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നു. വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, 2nd ഗിയറിലേക്ക് ഇട്ടുന്നു. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, 3rd ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാനിത് 4th ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ നോക്കുക, വീണ്ടും ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഇത് 5th ഗിയറിലേക്ക് ഇട്ടു. ഇത് 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി എപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ നമ്മളിങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നമുക്കിപ്പോൾ ഇവിടെ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണ്, അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം ഒന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു, ബ്രേക്ക് കാല് വെച്ചിട്ട് ഇതേ ക്ലച്ച് ചവിട്ടി വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഒതുക്കുന്ന സമയത്ത് ഇതേ 5th നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഇങ്ങനെ കുറയുന്നു. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതേ നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ 5th നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ വാഹനം
ഒതുക്കിയത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഫിഫ്ത്തിൽ നിന്ന് നമുക്ക് ഫോർത്ത് വന്ന് തേർഡ് വന്ന് സെക്കൻഡ് വന്ന് ഫസ്റ്റിലേക്ക് വരേണ്ടതായിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഫിഫ്ത്തിൽ നിന്ന് ഡയറക്റ്റ് ന്യൂട്രാക്കി പതുക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്കേ വന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഫിഫ്ത്തിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം, ഒരു ലെഫ്റ്റ് റോഡിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴും നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ സെക്കൻഡ് കൊടുക്കുന്നു, വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് കൊടുക്കുന്നു, ഓക്കെ ഫോർത്ത് കൊടുക്കുന്നു, ഓക്കെ ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇട്ടു, അഞ്ചാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ പോകുന്നു. ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തിരിവ്, ഒരു റോഡിലേക്ക് തിരിയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. നമ്മുടെ കാല് ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക. ബ്രേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയുമല്ലോ. ഇപ്പോൾ ഉദാഹരണം ഇങ്ങോട്ട് നമുക്ക് തിരിയണം, ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു, നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നു. ഫിഫ്ത്തിൽ നിന്ന് ഡയറക്റ്റ് ഇതേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങോട്ടൊരു റോഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ടേൺ എടുത്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നിങ്ങളെ കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ്. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുമോ? ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. നിങ്ങൾ നോക്കുക, മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. ഇങ്ങനെ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് റെയർ ആയിട്ടുള്ള ചില സിറ്റുവേഷനിലാണ് ഫോർത്തിൽ നിന്നൊക്കെ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടതായിട്ട് വരുന്നത്. അതായത് വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട ഒരു സിറ്റുവേഷൻ അല്ല, എന്നാൽ ചെറിയ രീതിയിൽ വേഗത കുറയുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ ഫോർത്ത് ഗിയർ വരികയാണ്. ഫോർത്ത് ഗിയറിൽ വരുന്നു. ഇവിടെ നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇവിടെ നമുക്ക് ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് ടേൺ എടുക്കാം. കാരണം ഇവിടെ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറവല്ല, ഒരു ആവറേജ് റണ്ണിങ് വെച്ച് നമുക്ക് ഇവിടെ ഒരു ടേൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് എപ്പോഴാണ്? തീർത്തും വണ്ടി സ്ലോ ആയി, അത്തരത്തിലൊരു ജംഗ്ഷന് തീർത്തും സ്ലോ ആയി, ഈ സൈഡിൽ നിന്നും വണ്ടി വരുന്നു, മുന്നിൽ നിന്നും വണ്ടി വരുന്നു, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കൊടുക്കാതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. അങ്ങനെ ഏത് വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നതിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. ഇപ്പോൾ സെക്കൻഡിലാണ് പോകുന്നത്, വീണ്ടും ഞാനിത് തേർഡിലേക്ക് ഇടുന്നു, വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഇടുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ പോകുന്ന ഈ വാഹനം തീർത്തും സ്ലോ ആയി. ഇവിടെ ഞാൻ ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ മൂവ്മെൻറ്റിൽ നമുക്ക് വാഹനത്തെ മൂവ് ആക്കാനായിട്ട് സാധിക്കും. നേരിട്ട് ഫസ്റ്റ് ഗിയറും കൊടുക്കണ്ട. നോക്കുക, ഈ വണ്ടി പോകുന്നതിൻ്റെ വേഗത അനുസരിച്ച് നമുക്കിപ്പോൾ കയറി പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളാണ്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്നിങ്ങനെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യം എല്ലായ്പ്പോഴും ഇല്ല. അത് വരുന്നത് നമുക്ക് ഒരു വാഹനത്തിൻ്റെ സ്പീഡ് പതിയെ കുറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ വേഗത കുറച്ചൊന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്കിത് തേർഡ് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയർ കൊടുക്കാം. ഇനി തീർത്തും കുറയണം, അപ്പം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വരേണ്ടത്. എന്നാൽ നമ്മൾ ഓടിച്ചു പോകുന്ന സിറ്റുവേഷൻ അനുസരിച്ച് വണ്ടിയുടെ വേഗത തീർത്തും കുറയണോ അല്ലെങ്കിൽ കുറച്ച് കുറയണോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏത് ഗിയർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് എപ്പോഴും ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത ഇത്തരത്തിൽ ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ട് സെക്കൻഡ് കൊടുത്തിട്ടാണ് ഞാനിവിടെ റൈറ്റ് ടേൺ എടുക്കുന്നത്. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയർ കൊടുത്ത്. അപ്പോൾ ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ട് മാത്രം ഈ കാര്യം ചെയ്യുക. ബ്രേക്കേ വരാതെ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ വേഗത തീർത്തും കുറയുകയും അത് വാഹനത്തിൻ്റെ ഉള്ളിലൊരു സഡൻ ബ്രേക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ഉദാഹരണം കൊണ്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. ഇപ്പോൾ ഫോർത്തിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഞാനത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. നമുക്കിവിടെ ഫസ്റ്റ് കൊടുത്ത് തിരിയേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഇത് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ടേൺ എടുക്കുകയാണ്. നോക്കുക, ക്ലച്ചിലും ബ്രേക്കിലും വന്നു. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേണാണ് ഇവിടെ എടുക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് സംശയങ്ങൾ മാറിക്കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.